ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇതൊക്കെ വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ മൈസൂർ പോണ വീഡിയോ, പിന്നെ അതുപോലെ ഗുണ്ടിൽപ്പെട്ട വീഡിയോ, അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മളെ സൂത്തെ വീഡിയോ. പിന്നെ അപ്പൊക്കെ പോണ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അത് എഡിറ്റ് ചെയ്യാതെ അവിടെ വെച്ചിട്ടാണ്. പിന്നെ വെള്ളിയാഴ്ച അപ്പൊക്കെ പോയല്ലോ, എല്ലാവരും വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാനൊന്നിങ്ങനെ വൈകുന്നേരം ഇരിക്കുമ്പോൾ വിചാരിച്ചു എന്നാലും അത് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പോയത് സൂവിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പാലസിനെങ്ങാട്ടിയും തിരക്ക് സൂവിലായിരുന്നു. അപ്പോൾ ആ ടിക്കറ്റൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. കുട്ടികൾക്ക് 60ഉം വലിയവർക്ക് 120ഉം ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഇതാ അങ്ങനെ നടന്നു. അപ്പോൾ കുറേ നടക്കാനുണ്ട് കേട്ടോ. അതിലേക്ക് എത്താൻ തന്നെ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ഈ ഭാഗത്തുണ്ട് കേട്ടോ. ഇവിടെ വാ. മയില് കുക്കൂസിന് 1 വയസ്സ് കഴിഞ്ഞ സമയത്താട്ടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. അന്ന് വെച്ചാൽ അപ്പു ഗൾഫിൽ നിന്ന് വന്ന ഒരാഴ്ച 1.5 അത്ര സമയത്തിന് ഞങ്ങൾ വന്നതാട്ടോ. അപ്പോൾ എന്താ പറയുക, മോൾക്ക് ഓർമ്മയൊന്നുമില്ലല്ലോ, ഓർമ്മയില്ലാത്തൊരു സമയത്തല്ല വന്നത്. ഇപ്പം ചില ആൾ പറയും എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് നിങ്ങൾ കുറേ ടൂർ പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം എന്ന് പറയും കേട്ടോ. അങ്ങനെ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം വരണം എന്ന് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടി ആകെ എന്താ പറയുക എല്ലാവരും സങ്കടത്തിലേക്ക് ആയൊരു സമയമല്ലേ, അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം വിചാരിച്ചു പോവാമെന്ന്. പിന്നെ അബുക്കൊക്കെ പോകേണ്ട സമയമായി. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും പോകൂല എന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ ഒരു ദിവസം രാത്രി വന്ന് പറയുന്നുണ്ട് നാളെ നമുക്ക് പോവാം, ഒരു 5 മണിയാകുമ്പോൾ ഒരുങ്ങിക്കോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടോ. അത് ഞങ്ങൾ വിശ്വസിച്ചില്ല. പിന്നെ ഓക്കെ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഫസ്റ്റ് കുറേ സ്ഥലം ഇങ്ങനെ പക്ഷികളാട്ടോ. ഒരുപാട് മയിൽ, അതുപോലെ കുറേ കിളികൾ, എല്ലാത്തിൻ്റെ ബേർഡിൻ്റെ പേരുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈം വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചാൽ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡും ഓപ്പോസിറ്റ് കുറേ പക്ഷികളുണ്ട്. അപ്പോൾ അവിടേക്ക് ഓടണം, ഇവിടേക്ക് ഓടണം. ടുട്ടുവാണെങ്കിൽ വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടുപോകട്ടെ. ഇനി ഓനക്കിതാണ് പക്ഷികൾ മൃഗങ്ങൾ പറഞ്ഞാൽ ഓനക്ക് ഭയങ്കര ക്രേസാണ്. അപ്പം എന്താ പറയുക, ഞാൻ എന്തായാലും പോകുമെന്ന് ഓനക്കറിയാം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമെന്ന് ഓനക്കറിയാം. അപ്പോൾ ഇന്നെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോകാട്ടോ. അപ്പോൾ എല്ലായിടത്തും പേരും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പം മനസ്സിലാവാത്തവർക്ക് സുഖമാണ്. ഒക്കെ ഇംഗ്ലീഷിലും അതിലുമാണ് പേരൊക്കെ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഫുള്ള് നല്ല വൃത്തിയുണ്ട്. പക്ഷെ ഭയങ്കര തിരക്ക്. ചില സ്ഥലത്തൊക്കെ തിരക്കായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റണില്ല. ബാക്കിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കാണാത്ത ഒരുപാട് തരം പക്ഷികളും പിന്നെ കോഴിനെ പോലത്തെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ എന്താ പറയുക, പിന്നെ പേര് നമുക്ക് വായിച്ചാലും മനസ്സിലാവാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളെ പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കണം. നമുക്ക് ചിലപ്പോൾ പക്ഷികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ആ പേര് ചിലപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ പച്ചക്കിളി, മഞ്ഞക്കിളി അങ്ങനെയല്ല നമ്മൾ സാധാരണ പറയില്ല. ഓരോന്നിൻ്റെ കളറും അതിൻ്റെ കൊക്കിൻ്റെതും അങ്ങനെ നീണ്ട കൊക്ക് അങ്ങനെയൊക്കെ നമ്മൾ അധികം എന്താ പറയുക. അങ്ങനെ പേരുകളും നമ്മളങ്ങനെ പറയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ പിടിപാടില്ല ഇതിനെക്കുറിച്ചിട്ടൊന്നും. അങ്ങനെ അതൊക്കെ കണ്ടു. ഇങ്ങനെ നടക്കാൻ ഒരുപാടുണ്ട് ഗൈസ്. നടന്ന് കുറേയൊക്കെ ആസ്വദിച്ച് നടക്കാം. കുറേ അങ്ങോട്ട് എത്തുമ്പം മടുത്തു പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കൈയും കാലൊക്കെ വേദനയാണ്. പിന്നെ ചില അപ്പുക്കും ഞാനും കുട്ടീനെ മാറി എടുക്കണോണ്ട് കുറച്ച് ആശ്വാസം. പിന്നെ അങ്ങ് വരെ ഇരിക്കാനും സ്ഥലങ്ങളുണ്ട്. അതുപോലെ എന്താ വെച്ചാൽ വെള്ളം കുടിക്കാനുള്ളൊരു സംവിധാനം ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കുരങ്ങന്മാർ, വെറൈറ്റി കുരങ്ങന്മാരെയൊക്കെ കണ്ടു. ഇനിയിപ്പോൾ പുള്ളിപ്പുലി, കടുവ, സിംഹം അങ്ങനെ ഓരോരോ സ്ഥലം വരുന്നത്. അങ്ങനത്തെ സ്ഥലത്ത് ഭയങ്കര തിരക്കാട്ടോ. പിന്നെ ചില പിന്നെ ഉള്ളിൽ കൂടെ ആരുടെങ്കിലും ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട് ഓൻ അവിടെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കും. അങ്ങനെ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇതിനെ കാണാൻ അടുത്തുനിന്നൊരു സ്ഥലം കിട്ടിയിട്ടാ. അപ്പോൾ ഇതിങ്ങനെ അടുത്തു കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ശരിക്കുള്ളൊരു വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഫുള്ള് വലിയ വോയിസാണ്. ആൾക്കാരിങ്ങനെ കൂവുകയാണ്. ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല ഇത്ര അടുത്തുനിന്ന് കാണുമ്പം. അങ്ങനെ എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ അടുത്തുനിന്നും ഇത്ര അടുത്തുനിന്ന് നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ടുട്ടുവിന് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ. അതുപോലെ കുറേ ഉണ്ട് അവിടെയും ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കടുവായിട്ട് അതൊക്കെ അവിടെയും ഇവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ കുറച്ച് ദൂരത്തല്ലേ, അപ്പം സൂ ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ കഴിയില്ല. പിന്നെ അത് സിംഹമാണ്. സിംഹം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. സിംഹമൊക്കെ കൂടെ വയസ്സനായി അങ്ങ് എത്തിക്കണമെന്ന് തോന്നുന്നുണ്ട് അതിനെ കണ്ടിട്ട്. അപ്പം അവരൊക്കെ കുറച്ച് ദൂരത്താണ്, ഇങ്ങോട്ട് അടുത്തേക്ക് വന്നിട്ടില്ല. ഇത് പെണ്ണ് ആണല്ലേ? കൂടൊക്കെ ചാടാൻ പറ്റൂലേ? കമ്പിട്ടില്ലേ?
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വെറൈറ്റി മങ്കീസ് ആട്ടോ വരുന്ന എന്തൊക്കെയോ തരം. അതിൻ്റെ പേരൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അവിടെ. അവിടെ ഫുൾ ആൾക്കാരായിരുന്നു, അപ്പോൾ നമുക്ക് മനസ്സിലാവണില്ല. പിന്നെ അവർക്ക് നല്ല സംവിധാനങ്ങളുണ്ടോ, മരക്കൊമ്പായിട്ടും കയറായിട്ടും അവർക്ക് കളിക്കാനും എല്ലാത്തിനും അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൊട്ടിപ്പോൾ എന്താണെന്ന് പറയുന്നത്, അവർക്ക് ജിറാഫിനെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ജിറാഫും അതുപോലെ ഗോറില്ല, ഇത് രണ്ടുമാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ ഇത് നമ്മൾ ഗോറില്ലേൻ്റെ അടുത്തെത്തി തോന്നുന്നുണ്ട്. അവിടെ ഗോറില്ലേൻ്റെ പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഗോറില്ല ഇരിക്കുന്നു. പക്ഷേ ഇത് കുറച്ച് ദൂരത്ത് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്, എങ്ങനായിട്ടും വരുന്നില്ല കേട്ടോ ആൾ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ അടുത്തുള്ളവരോട് ചോദിച്ചു. അവർ പറഞ്ഞു കുറച്ച് നേരത്തെ അടുത്ത് വന്നിരുന്നു, പിന്നെ അങ്ങോട്ട് പോയതാന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ യോഗയൊക്കെ ചെയ്യൂല അതുപോലെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കഴുത്തും കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. നമ്മളിങ്ങനെ ഫോണിൽ കാണുന്ന പോലെയല്ല, ശരിക്കും അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ചെയ്യുന്നതൊക്കെ കാണാൻ. കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞിരുന്നു, പിന്നെയും തിരിച്ച് അങ്ങോട്ട് തന്നെ ഇരുന്നു. എന്നിട്ട് പിന്നെയും നമ്മൾ യോഗ ചെയ്യണ പോലെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് കഴുത്തും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി എന്തോ പരിപാടി ഒപ്പിക്കേണ്ട ആൾ കേട്ടോ. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിരുന്ന് പിന്നെ അങ്ങോട്ട് തന്നെ ഇരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, പക്ഷെ അത് അടുത്ത് വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കാട്ടിലത്തെ മൃഗങ്ങളാണെങ്കിലും ഇവരൊക്കെ ഇണങ്ങിയതുപോലെ കേട്ടോ ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. അവിടെ ചില സ്ഥലത്ത് ഈറ്റയ്ക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആൾക്കാർ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ അവരൊന്നും ചെയ്യുന്നൊന്നും കാണുന്നില്ല. എന്താ പറയുക, കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ നാട്ടിലത്തെ മൃഗങ്ങളെ പോലെ ആയി തോന്നുന്നുണ്ട്. നല്ല എന്താ നല്ലൊരു ഓരുമായിട്ടായിരിക്കും, നമ്മളായിട്ടായിരിക്കും ഓരിങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് മിങ്കിളായതായിരിക്കും. പിന്നെ എന്താ സീബ്ര ഉണ്ട്. സീബ്രേനെയൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ട് ഓർമ്മ തന്നെയില്ല, കുറേ വർഷമായില്ലേ. അപ്പം കുട്ടികളെങ്ങാട്ടി ചെറിയ ചില കാണുമ്പോൾ എനിക്കും ഓരങ്ങാട്ടി ആകാംക്ഷയുണ്ട്. അതുപോലെ ജിറാഫിനെ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. ജിറാഫൊക്കെ ഏറ്റവും ലാസ്റ്റാട്ടോ, എൻഡിലാണുള്ളത്. അങ്ങനെ ഇതാ കുറേ സീബ്രയൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല അവിടെയൊക്കെ വൃത്തിയാണ്. ചില മൃഗങ്ങൾ നിൽക്കുന്നിടത്ത് തീരെ വൃത്തിയില്ല, അപ്പോൾ ഓരെന്നെ അങ്ങനെ ആക്കി എടുക്കുകയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതാ കരടികൾ. അപ്പം ഒരു 3 കരടി ഉണ്ട് കേട്ടോ അവിടെ. ഒരു കിടക്കാനും ഇരിക്കാനും തൊട്ടിലും ഈ തൊട്ടിൽ സംഭവം കരടികൾക്കും ഉണ്ട്, അതുപോലെ ഗോറില്ലയ്ക്കും ഉണ്ട് കേട്ടോ. ഒരു നല്ല ആടി കളിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഞാൻ വിചാരിക്കും എന്നാലും ഇവിടെ നിന്നൊക്കെ ചാടി എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു കിടങ്ങ് പോലെയൊക്കെ കുഴിച്ചിട്ടുണ്ട്, അപ്പോൾ വരില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതാ ചെന്നായി ആണെന്ന് തോന്നുന്നുണ്ട്. അവർക്കും ഇതാ പാലം പോലെ കുറേ സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനൊക്കെ അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വാഹന സൗകര്യം ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് ഇത്ര നടക്കേണ്ട ആവശ്യമൊന്നും വരില്ലായാലും എത്ര റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകാത്തതുകൊണ്ട് നമ്മൾ എത്ര റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല കേട്ടോ. അതിൻ്റെ അകത്ത് കയറിയാൽ ഓരോ പ്ലേസിൽ ഓരോ സ്ഥലത്ത് അവിടെ നിർത്തി തരുന്നിട്ട് ആ ഭാഗത്തുള്ളതൊക്കെ കണ്ടിട്ട് പിന്നെ അതിൽ കയറിയിരിക്കുക. എന്നാലും നമുക്ക് അത്ര നടക്കേണ്ടി വരില്ല. അതിൻ്റെ ഇടയിൽ ഇതൊരു വെള്ളച്ചാട്ടം പോലെ, ചാട്ടമല്ല, ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവം. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ താഴെ ഭാഗമൊന്നും വലിയ വൃത്തിയൊന്നുമില്ല, പക്ഷെ ആ വെള്ളം ചാടുന്ന കാണാൻ നല്ല രസമുണ്ട്. പിന്നെ മാന്. ഈ മാന് വെച്ചാൽ ഈ മാന് ഞങ്ങളിവിടേക്ക് വരുന്നൊരു സൈസ് മാനാട്ടോ. കാട്ടിൽ നിന്നൊക്കെ നമ്മളിവിടെ ആദ്യമൊക്കെ വരുത്തുണ്ടായിരുന്നു. ഒരു സാധാ മാനല്ല, ഒരു കൊമ്പുള്ള മാനൊക്കെ. പിന്നെ കുറച്ച് ആനകളുണ്ട്, കുറച്ചധികം ഉണ്ട് കേട്ടോ. സാധാ ആന എന്ന് വെച്ചാൽ അവിടെ ആഫ്രിക്കൻ ആന ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സാധാ ആന എന്ന് പറഞ്ഞത്. കാട്ടാന. പിന്നെ എന്താ പറയുക, കാട്ടുപോത്ത് അങ്ങനെയുണ്ട്. പക്ഷേ ഈ സ്ഥലം നല്ല രസമാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, നടക്കുന്ന സ്ഥലമൊക്കെ നല്ല രസം. ഇവിടെ നിന്ന് റീലും ഫോട്ടോയൊക്കെ എടുത്താൽ നല്ല അടിപൊളിയാവും. പക്ഷേ മോനുള്ളതുകൊണ്ടും ഞങ്ങൾക്കൊന്നും നടന്നില്ല. ഞാൻ കുറേ വിചാരിച്ചിട്ടായിരുന്നു നടന്നു, പക്ഷേ ഓനിക്ക് ഒന്നാമത്തെ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ അല്ലേ, സുഖമല്ലല്ലോ. അപ്പം ഓനൊരു ചീച്ചലായിരുന്നു, അപ്പം പിന്നെ അതൊന്നും നടന്നില്ല. പിന്നെ കുറച്ച് അപ്പുറത്തെത്തിയപ്പോൾ പിന്നെയും കരടി ഉണ്ടായിരുന്നു. അപ്പം ഇത് വെച്ചാൽ നല്ല വൃത്തിയുള്ളൊരു കരടി കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. നല്ലൊരു കുറച്ചും കൂടെ ഒരു ബ്ലാക്ക് കളർ, മറ്റേതൊരു ചളി പരിങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ല കുറച്ചുകൂടെ ബ്ലാക്കായിട്ട് നല്ല വൃത്തിയുണ്ട് കാണാനൊക്കെ. പിന്നെ ഒന്നിതാ ഭക്ഷണം കഴിച്ചിട്ട് നടക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയപ്പോൾ നടക്കുന്നുണ്ട്. ആരോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ നടക്കൂലേ, അതേപോലെയൊക്കെ സാറ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ സമയം നോക്കിയിരുന്നു. പിന്നെ അവിടെ തന്നെ ഉള്ളൊരു കഫേ, ഒരു ഹോട്ടൽ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അവിടെ കയറി ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ചു. അതൊക്കെ തിന്നാനൊരു പ്ലേസ് ഉണ്ട്, അവിടെ പോയിട്ട് തന്നെ തിന്നണം. അതിൻ്റെ കവറും കാര്യങ്ങളൊന്നും അവിടെ വേറെ എവിടെ ഇടാൻ പറ്റില്ല. ഇനിയിപ്പോൾ കുറച്ച് സ്ഥലം പാമ്പുകളാണ്, ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ഉള്ളിൽ മരക്കൊമ്പുകളൊക്കെ വെച്ചിട്ട് പാമ്പുകളാണ്. എനിക്കില്ല, ഇത് കാണുമ്പോൾ പേടിയാണ്. എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമായിട്ട് ഈ പാമ്പ്, ഭയങ്കര പേടിയാണ്. എന്തോരം തരം പാമ്പുകളെ പഠിച്ചോനെ, എന്തൊക്കെ കളറാണ്, എന്തൊക്കെ ഡിസൈനാണ്,
എന്തെല്ലോ പാമ്പുകളുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഒരു പാമ്പുണ്ട്, നമ്മളെന്താ പറയുക, മലമ്പാമ്പല്ല, അങ്ങനത്തെ ഒരു പാമ്പ്. ഓഹ് ഉണ്ട്, ഇതാണല്ലേ എന്തോരം തടി, നമ്മൾ ചാക്കൊക്കെ ഇങ്ങനെ മടക്കി വെക്കില്ല അതേപോലെ ഉണ്ട്. അത്രയും വലിയ പാമ്പായിരുന്നു കേട്ടോ. ഭയങ്കര വെറൈറ്റി പാമ്പുകൾ. പിന്നെ ഈ സ്ഥലത്തേക്ക് പോണത് മുതലകളെ ഒരു സ്ഥലമുണ്ട്. അത് കുറച്ചിങ്ങനെ വളഞ്ഞിട്ടൊക്കെ പോകണം. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ പോകാനൊക്കെ. നല്ല നമ്മളങ്ങനെ എന്താ പറയുക, കൈയൊക്കെ വീശി നല്ല അടിപൊളിയായിട്ട് വരണം, നല്ലോണം ആസ്വദിച്ചിട്ട് നിൽക്കാം. അപ്പം മുതലുണ്ട്. അപ്പോൾ ഇതാ അവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ എന്താ പറയുക, അതൊക്കെ കാണാണ്. ഞാനും മുതലേനെ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് കാണുന്നത്. ഞാൻ ഇതിൻ്റെ മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിലില്ല. അപ്പം ഇതെന്താ പറയുക, ചത്ത പോലെ കിടക്കൂല, അതേപോലെയായിട്ട് കിടക്കണേ. നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരുമ്പോഴേക്കും അത് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴാണ് പോയത് എപ്പോഴാണ് അനങ്ങിയതൊന്നും മനസ്സിലാവില്ല. ജീവൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കണ്ണ് ചിലപ്പോൾ ഒന്ന് അനങ്ങണുണ്ട്. അതേപോലെ ഈ നമ്മളെ ഇവിടെ എന്താ പല്ലിൻ്റെ അവിടെ ഒന്ന് ചിലപ്പോൾ അനങ്ങുന്നുണ്ട്. അത് മാത്രമേ നമുക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ ശരിക്കും ഒരു എന്താ പറയുക, ഡെമ്മി വെച്ചതുപോലെ ഉണ്ട്. അത്ര ഇതിലാണ് കേട്ടോ അത് കിടക്കണത്, ഭയങ്കര സൈലൻ്റ് ആയിട്ട്. കുക്കൊക്കെ നടന്ന് നടന്ന് കൊയ്യിക്കണ് പഠിച്ചോനേ. വെള്ളിയാമല്ലേ, വെള്ളിയാമല്ലേ തള്ള, കുഞ്ഞു കുഞ്ഞു കുട്ടികളോ കണ്ടോ? എങ്ങനെയുണ്ട്? ഈ വിചാരിച്ച പോലെയോ ആണ്? മാനോ? ഇത്ര വലിയ മാനോ? നമുക്ക് 20 റുപ്യ തരാൻ പഠിച്ചിട്ട് ബെറ്റ് വെച്ചില്ലേ ജിറാഫില്ലാറുണ്ട്. അങ്ങനെ ജിറാഫ് ആയിരുന്നു കേട്ടോ എൻഡിലുള്ള. ആ എൻഡിലൊരു ടോയ്ലറ്റും ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനുള്ള സ്ഥലം, അങ്ങനത്തെ എല്ലാ സൗകര്യം അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നേരെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലേസ് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം മുമ്പോട്ട് വന്നിട്ടാണ് ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലേസ് കണ്ടത്. പിന്നെ വെച്ചാൽ നമ്മൾ പോണ വഴിക്കാണ് അത് കാണുന്നത്. ആരും മരിച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്താ നല്ല അലങ്കരിച്ച് ഒരു ചെയറിലൊക്കെ ഇരുത്തി നല്ല അടിപൊളിയായിട്ടോ കൊണ്ടുപോകണത്. നല്ല രസമുണ്ട്. ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതൊന്ന് കാണാൻ പറ്റി. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ സൈഡിലൊരു കട ഉണ്ടായിരുന്നു കുട്ടൽപേട്ടേൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ആപ്പിളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു, അതൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു മഞ്ഞച്ചോറ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്നത് മഞ്ഞച്ചോറ് പോലത്തെ ചോറും പിന്നെ ചിക്കൻ കബാബ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിക്കൻ കബാബ് വെച്ചപ്പോൾ അവിടെ അതിൻ്റെ സംവിധാനങ്ങൾ, നമ്മൾ കബാബ് പറയുമ്പോൾ നമ്മൾ ആ കൊള്ളിയിൽ കുത്തിയിട്ടുള്ളൊരു സംഭവമൊക്കെ അല്ലേ, പക്ഷേ അതൊന്നുമല്ല, ശരിക്കും നമ്മൾ ചിക്കൻ പൊരിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാ അപ്പൂക്കാൻ്റെ കുഞ്ഞ് ഡാൻസൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വരിക കേട്ടോ. അപ്പോൾ നല്ല ട്രാഫിക്കാണ്. എന്താ അപ്പോൾ നല്ല ട്രാഫിക്കായിരുന്നു. പിന്നെ അപ്പോൾ ഇരുടായി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ പോകുമ്പം ആനേനെയും കുതിരേനെയും ഒന്നും കണ്ടിട്ടില്ല. തിരിച്ചു വരുമ്പോൾ ആനയൊന്നുമില്ല കേട്ടോ. എന്തോ എനിക്ക് ഇവർക്കൊക്കെ കാണുന്നത് ഭയങ്കര ആഗ്രഹം, പക്ഷെ ഞാൻ എപ്പോഴും കാണരുതേന്ന് പ്രാർത്ഥിക്കലാണ്. കുറേ സമയം ട്രാഫിക്കിലൊക്കെ നിന്ന് അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ വെച്ചാൽ നേരെ പുരയ്ക്ക് പോയി. അപ്പം എന്താ പറയുക, 2 ദിവസം കൂടെ ആപ്പുകളിലും ആ ഒരു സങ്കടം നല്ലോണം ഉണ്ട്. ഇങ്ങനെയൊക്കെ കളിക്കുന്ന കാണുമ്പം എന്താ പറയുക, ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലാട്ടോ, പഠിച്ചോനെ പോകുമല്ലോ എന്ന്. അപ്പം ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.